പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തലിനായുള്ള കരാറിൻ്റെ കരട് രേഖ ഹമാസ് അംഗീകരിച്ചതായി വാർത്ത വരുന്നുണ്ട്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. 3 ഘട്ടമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഖത്തറാണ് ഇതിൻ്റെ ഇടനിലക്കാരനായി നിൽക്കുന്നത്. വിദേശ വാർത്തയുടെ ഈ വിവരത്തിൻ്റെ വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ വാർത്ത എന്തായാലും വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്, ഒരു വിവരമാണ്. ഗുഡ് മോർണിംഗ് എസ് കെൻ പറഞ്ഞതുപോലെ ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു വാർത്തയാണ്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗസയിൽ വെടിനിർത്തലിനായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകളിലൂടെ തയ്യാറാക്കിയ ഈ വെടിനിർത്തൽ കരാറിൻ്റെ കരട് രേഖ ഹമാസ് അംഗീകരിച്ചതായിട്ടാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ആദ്യഘട്ടത്തിൽ ബന്ദികളെ ഇതിൻ്റെ ഭാഗമായി ഹമാസ് വിട്ടയക്കും. 33 പേരെ വിട്ടയക്കുമെന്നാണ് നേരത്തെ ഈ ചർച്ചകളുടെ സമയത്ത് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഈ കൃത്യമായ ഒരു എണ്ണം വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഇതോടെ 15 മാസമായി തുടരുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഇതിൻ്റെ ഈ കരട് രേഖയുടെ കോപ്പി അസോസിയേറ്റഡ് പ്രസ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അസോസിയേറ്റഡ് പ്രസ്സാണ് ആദ്യമായിട്ട് പുറത്തുവിടുന്നത്. ഇതിൻ്റെ വിശ്വാസ്യത ഒരു ഹമാസ് നേതാവും അതുപോലെ ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനും ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നും ഈ അസോസിയേറ്റഡ് പ്രസ് പറയുന്നുണ്ട്. പക്ഷേ ഈ കരാർ ഇനി ഒപ്പിടേണ്ടതായിട്ടുണ്ട്. ഈ കരാർ നടപ്പിലാക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുകയും ചെയ്തു. കാര്യങ്ങൾ ഹമാസിൻ്റെ കോർട്ടിലാണെന്നാണ് ബ്ലിങ്കൻ പറയുന്നത്. ഇതുവരെ നടന്ന ശ്രമങ്ങൾ, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടക്കുന്ന ശ്രമങ്ങളാണ്. അതിൽ ഏറ്റവും ഫലവത്തായ ചർച്ചകളാണ് ഖത്തറിൽ നടന്നതെന്നാണ് ബ്ലിങ്കൻ പറയുന്നത്. വരും മണിക്കൂറുകളിൽ ഈ ഹമാസിൽ നിന്ന് ഒരു അനുകൂല മറുപടി ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് അമേരിക്ക നിൽക്കുന്നതെന്നാണ് ബ്ലിങ്കൻ പറയുന്നത്. ഈ കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണെങ്കിലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരാതെ ഒന്നും പറയുവാൻ സാധിക്കില്ല എന്നാണ് ഖത്തറിൻ്റെ ഫോറിൻ മിനിസ്ട്രിയുടെ വക്താവ് മജീദ് അൽ അൻസാരി പറയുന്നത്. ഈ വെടിനിർത്തൽ ചർച്ചകൾക്കായി ദോഹയിലുള്ള ഹമാസ് സംഘത്തിന് പക്ഷേ ഗസയിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹയ്യ സിൻവറിൻ്റെ സഹോദരൻ മൊഹമ്മദ് സിൻവാറിൻ്റെ അംഗീകാരം ആണ് ലഭിക്കേണ്ടത്. പക്ഷേ ഇതിന് ഈ കാര്യങ്ങൾക്ക് സമയമെടുക്കുന്നത് ഈ ഗസയിലുള്ള നേതാക്കളുമായിട്ട് ഹമാസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവർ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവർക്ക് രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഈ പ്രഖ്യാപനം വരുവാനുള്ള താമസം. സിൻവറിൻ്റെ അനുവാദം ഇനിയും ലഭിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും ഒരു വ്യക്തതയുമില്ല. ഇസ്രയേലിൻ്റെ ഈ ഗസയിലെ സൈനിക സാന്നിധ്യം അതാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ്. അതുപോലെ ഈ ഗസയുടെ പുനർനിർമ്മാണത്തിനൊക്കെ സുഗമമായ ഒരു പാത ഒരുക്കണം. അതുപോലെ ഇസ്രയേൽ ജയിലുകളിൽ നിരവധി പാലസ്തീൻകാരുണ്ട്, അവരുടെ മോചനം ഉറപ്പുവരുത്തണം. നേരത്തെ നമ്മൾ ശ്രദ്ധിച്ച ഒരു വാർത്തയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്ന ജനുവരി 20 മുമ്പ് ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ചർച്ചകൾക്ക് പതിവില്ലാത്തൊരു വേഗത ഉണ്ടായിരുന്നു. ഹമാസ് തടങ്കലിൽ ഇനി 100ഓളം പേരുണ്ട്. അതിൽ 3-1 പേരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. യഥാർത്ഥത്തിൽ ഒലിവിലെ ജില്ലകളിൽ സമാധാനം വരും. അവിടെ രക്തച്ചൊരിച്ചിലുണ്ടായിട്ട് ഈ ജില്ലയിൽ രക്തം വീഴാൻ തുടങ്ങിയ എത്രയോ കാലമായി. പശ്ചിമേഷ്യയിൽ സമാധാനം ഒരു വിദൂരമായ സ്വപ്നമാണെന്ന് ആളുകൾ ചിന്തിക്കെ ഇത്തരം ഒരു അനുരഞ്ജനത്തിലേക്ക് ഈ രണ്ടുപേരും നീങ്ങുന്നു എന്നറിയുമ്പോൾ നമുക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു നിമിഷമുണ്ട്.